ഇന്റർഡിസിപ്ലിനറി നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഇന്റർഡിസിപ്ലിനറി നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. When a student learns about a single discipline from a variety of different perspective or viewpoints, അതായത് ഡിഫറെന്റ് പെർസ്പെക്റ്റീവിനോ അല്ലെങ്കിൽ വ്യൂ പോയിന്റ്സിനോ ഒരു സിംഗിൾ ഡിസിപ്ലിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, സ്റ്റുഡൻസ് ലേൺ ചെയ്യാനാണ് ഇന്റർ ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇന്റർ ഡിസിപ്ലിൻ ആയിട്ടുള്ള ലേണിംഗ് ആയിക്കോട്ടെ, ടീച്ചിങ് ആയിക്കോട്ടെ, അത് എന്ത് ചെയ്യുന്നുണ്ട്, ലേണറിനെ മേക്ക് എ കണക്ഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ഡിസിപ്ലിൻ ഓർ സബ്ജക്ട് ഏരിയ, ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ഏരിയാസിനൊക്കെ എന്തിന് കണക്ഷൻ വരുത്തുന്നതാണ് ഇതിന്റെ ഇൻട്രോയിൽ പറയാനുള്ളത്. അടുത്തതിൽ പഠിക്കാൻ പോണ കണ്ടന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ആൻഡ് ആന്ത്രപ്പോളജി, എഡ്യൂക്കേഷൻ ആൻഡ് പൊളിറ്റിക്സ്, എഡ്യൂക്കേഷൻ ആൻഡ് ഹിസ്റ്ററി, എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യോളജി. അതിൽ ഫസ്റ്റ് ആണ് എഡ്യൂക്കേഷൻ ആൻഡ് ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ആൻഡ് ആന്ത്രപ്പോളജിയിൽ പറയാന്നുണ്ടെങ്കിൽ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ആന്ത്രപ്പോളജി പറഞ്ഞാൽ നരവംശ ശാസ്ത്രം, അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താ കൾച്ചറൽ ട്രാൻസ്മിഷനെയാണ് ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതായത് സൊസൈറ്റിന്റെ ഐഡിയൽ, സ്കിൽസ്, ഇൻസൈറ്റ്, അസംഷൻ, അതായത് ഓരോ വിശ്വാസങ്ങളും മൂല്യങ്ങളൊക്കെയാണ് അടുത്ത തലമുറയിലേക്ക്, അതായത് വരുന്ന നെക്സ്റ്റ് ജനറേഷനിലേക്ക് എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ എവറിത്തിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ സൊസൈറ്റി ഇൻഫ്ലുവൻസ് ദ വേ ദ കരിക്കുലം ഈസ് ഷേപ്ഡ് ആൻഡ് ഡെലിവേർഡ്. സൊസൈറ്റിയിൽ എന്ത് തന്നെ നടന്നാലും അത് എന്ത് ചെയ്യുന്നുണ്ട്, കരിക്കുലത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നെന്നാണ് പറയുന്നത്. അതുപോലെ ഫോർത്ത് പോയിന്റിൽ പറയുന്നുണ്ട്, സ്റ്റുഡൻസ് എന്ത് പഠിച്ചാലും അത് ദ ഓവർ മെസ്സേജ് ഓർ ദ മീഡിയം ത്രൂ വിച്ച് ദേ ആർ ട്രാൻസ്മിറ്റഡ്, അത് മാധ്യമത്തിനായിക്കോട്ടെ, എന്തെങ്കിലും മെസ്സേജ് ആയിക്കോട്ടെ, അത് എന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റി ടു കം, അത് ഫ്യൂച്ചറിൽ വരുന്ന സൊസൈറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാണ് എഡ്യൂക്കേഷൻ ആൻഡ് ആന്ത്രപ്പോളജിയിൽ പറയുന്നത്. അടുത്തതാണ് എഡ്യൂക്കേഷൻ ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ് ഹാസ് എ 2 റൂൾസ് ഉണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ദേ ആർ തിയറി ഫ്രം പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് തിയറി ഓഫ് ഓർഗനൈസേഷൻ ആണ് പറയുന്നത്. അതുപോലെ ഇതിൽ പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ പൊളിറ്റിക്സും എഡ്യൂക്കേഷനും ക്ലോസ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ പൊളിറ്റീഷ്യൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവർ ആഗ്രഹിക്കുന്ന സമൂഹം സൃഷ്ടിക്കാനുള്ളൊരു പ്രധാന മാർഗമായിട്ടാണ് കാണുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തെ പല വഴികളിൽ സ്വാധീനിക്കുന്നുണ്ട്. സ്കൂളുകൾക്ക്, കോളേജുകൾക്കുള്ള പണം നൽകുന്നത്, പാഠ്യപദ്ധതി നിശ്ചയിക്കുക, ഇതെല്ലാം രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പം പൊളിറ്റിക്സിൽ എഡ്യൂക്കേഷൻ ഉണ്ട്, എഡ്യൂക്കേഷൻ എന്തുണ്ട്, പൊളിറ്റിക്സ് ഉണ്ട് എന്നാണ് എഡ്യൂക്കേഷൻ ആൻഡ് പൊളിറ്റിക്സിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷൻ ആൻഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ടു അണ്ടർസ്റ്റാൻഡ് സ്കൂൾ വി മസ്റ്റ് വ്യൂ ദം ഇൻ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. നമ്മൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് കാണുന്ന സ്കൂള് ഉണ്ടായത് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ വിദ്യാഭ്യാസവും ചരിത്രവും തമ്മിൽ അടുത്ത ബന്ധമുള്ളതാണ്. അത് ഇന്നത്തെ സ്കൂളുകളും പഠന രീതികളും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ചരിത്രം അറിയണം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുറേ ആളുകളുടെ ചിന്തകളും മാറ്റങ്ങളും, അതുപോലെ തന്നെ ആദിമകാലത്ത് ഉണ്ടായ ജീവിതാനുഭവങ്ങൾ, മതപരമായിട്ടും സാമൂഹികപരമായിട്ടും ഉണ്ടായ മാറ്റങ്ങളുടെയാണ് ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ രീതി ഉണ്ടായിട്ടുള്ളത്. ദ സ്റ്റഡി ഓഫ് പാസ്റ്റ് എഡ്യൂക്കേഷൻ ഗൈഡ് ദ ഫ്യൂച്ചർ ആസ്പെക്ട്സ് ഓഫ് ദ എഡ്യൂക്കേഷൻസ്. അപ്പോൾ പാസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ എഡ്യൂക്കേഷണൽ ആസ്പെക്ട്സിന്റെ ഒരു ഗൈഡ് ആയിട്ടാണ് പറയുന്നത്. ഇനി അടുത്താണ് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യോളജി എന്ന് പറയുന്നത്. സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് സൊസൈറ്റി, സോഷ്യൽ പ്രോസസ്സ് ആൻഡ് സോഷ്യൽ ചേഞ്ച്, ഇതിനെ പറ്റിയുള്ള സ്റ്റഡീസ് ആണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അതുപോലെ എഡ്യൂക്കേഷനും സോഷ്യലും എന്തുണ്ട്, ക്ലോസ്ലി കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ സ്കൂൾ എന്ന് പറയുന്നത് ഒരു ലൈക്ക് മിനി സൊസൈറ്റി ആണ്. സൊസൈറ്റിയിൽ എന്ത് നടന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, ആൾസോ ഹാപ്പൻസ് സ്കൂളും അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാമിലി പാരൻസിനുള്ള റോള് പോലെ തന്നെയാണ് ടീച്ചേഴ്സിന് എന്ത് ചെയ്യുന്നത്, സ്കൂളിലുള്ള റോൾ എന്ന് പറഞ്ഞാൽ സോഷ്യൽ വാല്യൂസ്, കൾച്ചർ ആൻഡ് ബിഹേവിയർ ആർ ലേൺ ആൻഡ് പ്രാക്ടീസ് ഇൻ സ്കൂൾ വെച്ചിട്ടാണ് സോഷ്യൽ വാല്യൂസും കൾച്ചറും ബിഹേവിയറൊക്കെ എന്ത് ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്താ പറയുക ഇന്റർ ഡിസിപ്ലിൻ നേച്ചർ ഓഫ് എഡ്യൂക്കേഷനിൽ പറയാനുള്ളത്. ഇനി അടുത്തത് കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യന്, വാട്ട് ഡസ് മീൻ interdisciplinary mean in education? A, studying only one subject, ignoring other field, using ideas from many subjects, focusing only science. Answer C ആണ്, using ideas from many subjects. Second question, why sociology important in education? It study plant and animals, it focus on mathematics, it study society and its effect on education, it deals with space research. Answer C, it study society and its effect on education. Next question,
school considered as a historical place, miniature society, tourist spot, political system? Answer B, miniature society. Why is interdisciplinary education is important? It makes students memorize part, it avoids other subjects, it limits knowledge, to improve learning by connecting knowledge. Answer D, it improve learning by connecting knowledge. അടുത്തത് assertion in recent questions ആണ്. അതിൽ fifth questions. Education is connected with a different field of study. Education uses ideas only from science. അതിന്റെ ആൻസർ പറഞ്ഞത് എ ആണ്. പിന്നെ anthropology helps in transmitting culture through educations. Reason, education passes on traditions, skills and values to the next generations. ആൻസർ എ. ഏഴാമത്തെ ക്വസ്റ്റ്യന് sociology studies society and its impact on educations, and reason, education has no connection with social life. Answer C. Eighth question, history help us understand present education. Reason, by studying the past we can know how education has developed. Answer A. അടുത്തത് interdisciplinary education improves learning. It connects knowledge from many subjects to give complete understanding. Answer A. 10th question, politics and education are closely related. Reason, politics helps to decide goals and resource allocation education. Answer A ആണ്.